സക്സസീവ് പെർസെൻറ്റേജ് അനദർ ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ്. സക്സസീവ് എന്ന് പറഞ്ഞാൽ എന്താ? തുടരെ പെർസെൻറ്റേജിലുള്ള വ്യത്യാസം വന്നാൽ. ഇഫ് ദർ ഇസ് എ സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഓഫ് എ പെർസെൻറ്റേജ് ആൻഡ് ബി പെർസെൻറ്റേജ്, ദ എഫക്റ്റീവ് പെർസെൻറ്റേജ് ഓഫ് ഓക്കെ സക്സസീവ് ആദ്യം എ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു, ആ സ്റ്റോപ്പ് ചെയ്തെടുത്തുനിന്ന് എന്ത് ചെയ്തു? ബി പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു. ദ എഫക്റ്റീവ് പെർസെൻറ്റേജ് റേറ്റ് എങ്ങനെയായിരിക്കും? എ പ്ലസ് ബി പ്ലസ് എ ബി ഡിവൈഡ് ബൈ 100%. ഇത് വേറൊരു ഫോമിൽ നേരത്തെ വന്നതാണ്. എ പ്ലസ് ഇത് പെർസെൻറ്റേജ് ഇൻക്രീസ് എന്നുള്ളതേ ഉള്ളൂ. നൗ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, ഇത് വളരെ ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞത്. ഞാൻ അത്തരം ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ഒരു മോഡലാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അത്തരം ക്വസ്റ്റ്യൻസിനെ എല്ലാം ജനറലൈസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആക്കി സമ്മപ്പ് ചെയ്ത് ഒരു ക്യാപ്സ്യൂൾ രീതിയിൽ വെച്ചിരിക്കുകയാണ്. സോ ആ ക്വസ്റ്റ്യൻ്റെ എല്ലാം ഒരു രീതി എന്താണ്? എ കാൻഡിഡേറ്റ് സ്കോർസ്, സ്പീഡ് കൂടുന്നില്ലല്ലോ, ഈ സ്പീഡിൽ പോയാലേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ, അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞ പോർഷനെങ്കിൽ. So, a candidate score is X percentage in an examination and he fails by A marks. A is a number. A candidate score is X percentage. 100 മറ്റോ ആയിരിക്കണം മാർക്ക്. അപ്പോൾ a candidate score is X percentage in an examination but he fails by A mark. എന്ന് വെച്ചാൽ എന്താ? പാസ്സാവാൻ അയാൾക്ക് A മാർക്ക് കുറവായി പോയി. Fails by A marks while another candidate who scores Y percentage marks get B marks more than the maximum required passing mark. റിക്വയർഡ് പാസിംഗ് മാർക്കിനേക്കായും ബി മാർക്സ് കൂടുതലും കിട്ടി. എന്താ ക്വസ്റ്റ്യൻ? ദെൻ ദ മാക്സിമം മാർക്ക് ഫോർ ദ എക്സാമിനേഷൻ ഈസ് വാട്ട്? എന്താ ഫോർമുല? അഗെയിൻ ദ മാക്സിമം മാർക്ക് ഈസ് 100 into A plus divided by Y minus X. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എവിടെയും എത്തില്ല. ഈ ഫോർമുല അറിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എവിടെയും എത്തില്ല. കാരണം ഇൻക്രീസ് ബൈ ഡിക്രീസ് ബൈ മാർക്ക് അത് എഴുതി വരുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. അപ്പോൾ ആ രീതിയിൽ നിൽക്കേണ്ട. സോ ഇറ്റ് ഈസ് M is equal to 100 into A plus B divided by Y minus X or അഥവാ എന്താണ് സാധാരണ ആ ക്വസ്റ്റ്യൻ്റെ തന്നെ ലാംഗ്വേജിൽ പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് എന്താണ്? 100 into sum of scores divided by difference in percentage mark. അത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. 100 times sum of scores divided by difference in percentage mark. Another one. In an examination, a percentage of total number of candidates failed in a subject X. ഇത്തരം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇത് ഇല്ലാതിരുന്നിട്ടുണ്ടോ? ഇല്ല, എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ട്. അപ്പോൾ നമുക്കതങ്ങ് പഠിക്കുന്നതാണ് നല്ലത്. എല്ലാ ക്വസ്റ്റ്യനും അല്ലേ? മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതാണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്രെഡിക്റ്റബിൾ അല്ലാത്ത ഒരു ക്വസ്റ്റ്യനും ഇല്ല. നിങ്ങൾ ഇനി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലായാലും മറ്റേ എൻവിറോൺമെൻറ്റൽ അതുപോലുള്ള വലിയ സെഷനിലേക്ക് ഒരുപാട് വായിക്കുമെങ്കിലും നമ്മൾ വായിച്ച ഏരിയയിൽ നിന്ന് കിട്ടില്ല. മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ എന്താ ഗുണം? ആൾമോസ്റ്റ് 90% ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്താ? ഇൻ ആൻ എക്സാമിനേഷൻ എ പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഫെയിൽഡ് ഇൻ എ സബ്ജക്ട് എക്സ് ആൻഡ് ബി പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഫെയിൽഡ് ഇൻ എ സബ്ജക്ട് വൈ. എ പെർസെൻറ്റേജ് ആളുകൾ എക്സ് എന്ന സബ്ജക്റ്റിൽ ഫെയിലായി, ബി പെർസെൻറ്റേജ് വൈ ആൻഡ് സി പെർസെൻറ്റേജ് ഫെയിൽഡ് ഇൻ ബോത്ത് സബ്ജക്ട്സ്. എന്താ ക്വസ്റ്റ്യൻ? ദെൻ ദ പെർസെൻറ്റേജ് ഓഫ് കാൻഡിഡേറ്റ് ഹു പാസ്ഡ് ഇൻ ബോത്ത് സബ്ജക്ട് ഈസ് വാട്ട്? ശരിക്കും വെൻ ഡയഗ്രാം വരച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ട പ്രോബ്ലമാണ്. സോ ഡയറക്റ്റ് ആൻസർ പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് 100 minus A plus B minus C percentage. ആ ക്വസ്റ്റ്യനും ആ ഫോർമുലയും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എങ്ങനെ ഫോർമുലയിലേക്ക് എത്തി, അല്ലെങ്കിൽ എങ്ങനെ എത്തി എന്നുള്ളത് വേണ്ട, ആ ഫോർമുലയുടെ സെൻസും ക്വസ്റ്റ്യൻ്റെ സെൻസും നിങ്ങൾക്ക് കിട്ടിയോ നോക്കുക. ഇൻ ആൻ എക്സാമിനേഷൻ എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഫെയിൽഡ് ഇൻ ആൻ എക്സാമിനേഷൻ. സോ എ പെർസെൻറ്റേജ് ഫെയിൽഡ്, ബി പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്പർ കാൻഡിഡേറ്റ് ഫെയിൽഡ് ഇൻ ആൻ എക്സാമിനേഷൻ ആൻഡ് സി പെർസെൻറ്റേജ് ഫെയിൽഡ് ബോത്ത്. സി പെർസെൻറ്റേജ് ഫെയിൽഡ് ബോത്ത്. അവിടെ എയുടെയും ബിയുടെയും സൈൻ എന്താ? പോസിറ്റീവാണ്. പക്ഷേ സിയുടെ എന്താ? നെഗറ്റീവാണ്. എന്താണ് അതിൻ്റെ ഇൻറ്റേർണൽ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തോറ്റ കുട്ടികളെ കണക്കാക്കുന്ന നേരത്ത് എയിനകത്തും തോറ്റ കുട്ടികൾ വന്നു, ബിയിനകത്തും അതേ തോറ്റ കുട്ടികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കോപ്പി നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അതാണ് മൈനസ് സി. ആ ഒരു കോപ്പി ഡിലീറ്റ്. 2 തവണ അവരെ കൺസിഡർ ചെയ്തു. അതുകൊണ്ട് ഫോർമുല അങ്ങനെ വന്നത്. അത് ഓർത്തിരിക്കാൻ എളുപ്പം. സോ ഇറ്റ് ഈസ് 100 minus A plus B minus C percentage. പ്രോഫിറ്റ് ആൻഡ് ലോസ് അടുത്ത ഒരു ഫോക്കസ്ഡ് ഏരിയ ആണ്. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോർമുല ഓർത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിലും കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഓക്കെ, നൗ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇവിടെ ഒരു ചാലഞ്ച് ഇതിനകത്തുണ്ട്. ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ കൊമേഴ്സിലൊക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇത്. കോസ്റ്റ് പ്രൈസ്, മാർക്ക്ഡ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, ഇങ്ങനെ കുറേ അധികം പ്രൈസുകൾ വരും. ഇതിൽ ഏത് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് എടുക്കണം,
ഏത് പ്രൈസിൽ നിന്നാണ് മാറ്റേണ്ടതെന്ന് എന്നുള്ള ഒരു പ്രശ്നം വരും. സോ ആ 3 ഡെഫിനിഷനും വളരെ ക്ലിയർ ആയിരിക്കണം. ഇൻ ദ കോസ്റ്റ് പ്രൈസ് ഇസ് ദ എമൗണ്ട് അറ്റ് വിച്ച് ഷോപ്പ് കീപ്പർ ബൈസ് ദം. എന്താ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ ഷോപ്പ് കീപ്പർ ആ പ്രൈസ് വാങ്ങാൻ കൊടുത്ത പ്രൈസാണ് എന്ത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. മാർക്ക്ഡ് പ്രൈസോ ഇസ് എ പ്രൈസ് ഇസ് പ്രിന്റഡ് ഓൺ ദ ഐറ്റം. ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്രൈസാണ് മാർക്ക്ഡ് പ്രൈസ്. ദെൻ സെല്ലിംഗ് പ്രൈസ് ഇറ്റ് വിച്ച് ദ ഐറ്റം സോൾഡ് ദ കസ്റ്റമർ. കസ്റ്റമറിന് സെല്ല് ചെയ്യുന്നതാണ് എന്ത് സോൾഡ് പ്രൈസ്. ഇതെന്താണെന്ന് ക്വസ്റ്റ്യനിൽ കാണില്ല. പ്രത്യേകിച്ചും കോസ്റ്റ് പ്രൈസ് കൺഫ്യൂസിങ് ആണ്. കോസ്റ്റ് പ്രൈസ്, മാർക്ക് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ്, ഇക്കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. ആ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ തന്നെ ആ സിറ്റുവേഷൻ മനസ്സിൽ വരണം. അപ്പം അവിടെ ടേമിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ക്ലിയർ ആവില്ല. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലെങ്കിൽ പിന്നെ മാത്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. മാത്തമാറ്റിക്കൽ തീർത്തും തെറ്റായ കൺക്ലൂഷനിലേക്ക് പോകും. സോ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഈ 3 ബേസിക് ടേമാണ് വരുന്നത്. സോ ഇതിനെ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്കങ്ങ് റെഡ്യൂസ് ചെയ്യാം. ഇങ്ങനൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ അങ്ങ് നെയിം ചെയ്യാം, അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ. ഇതാണ് സ്റ്റാൻഡേർഡ് നെയിം. C is the cost price, S is the selling price, M is the market price, D is always going to discount പെർസെൻറ്റേജിലായിരിക്കും വരുന്നത്, ആൻഡ് G is the gain, ലാഭം എന്ന് പറയുന്നത് G ഗെയിൻ ആയിരിക്കും. ഇത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലെറ്ററിലേക്ക് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനൊരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതിന്. അപ്പോൾ C കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് അപ്പോഴേ C എന്ന് മാർക്ക് ചെയ്യണം. സെല്ലിംഗ് പ്രൈസ് S മാർക്ക് ചെയ്യുക, M is market price, then D discount, G gain. Then നോക്ക്, always remember ഇവിടെയാണ് കീ. ദിസ് ഇസ് എ കീ ഐഡിയ. ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു ദ D% ഓഫ് ദ മാർക്ക്ഡ് പ്രൈസ്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതിനാണ് ഉദ്ദേശിക്കുന്നത്? മാർക്ക്ഡ് പ്രൈസിലായിരിക്കും ഡിസ്കൗണ്ട്. സോ അതിനകത്ത് കോസ്റ്റ് പ്രൈസും പല പ്രൈസും തന്നിട്ടുണ്ട്. ദർ ഇസ് എ ഡിസ്കൗണ്ട് ഓഫ് 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിനായിരിക്കും ആ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്തിരിക്കുക? മാർക്ക്ഡ് പ്രൈസിലായിരിക്കും. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ കൊണ്ടാണ് ക്വസ്റ്റ്യൻ തെറ്റാൻ സാധ്യതയുണ്ട്. സോ ഇതാണ്, ആൾവേസ് റിമെമ്പർ, ഡിസ്കൗണ്ട് is equal to D% of the marked price. Marked price നമ്മൾ മാർക്ക് ചെയ്ത് M എന്നല്ലേ, സോ D% of M. ദെൻ ഡിസ്കൗണ്ട് മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ് ഡിസ്കൗണ്ട് കൊടുത്ത്. കാരണം ഡിസ്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസാണ് കൂടുതൽ ചോദിക്കുക. ദെൻ മാർക്ക്ഡ് പ്രൈസ് മൈനസ് എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ആയിരിക്കും എന്ത്? സെല്ലിംഗ് പ്രൈസ്. അത് ക്ലിയർ ആണല്ലോ. ദെൻ ദ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ? M × 1 - D% ആണ് സെല്ലിംഗ് പ്രൈസ് എപ്പോഴും കിട്ടുന്നത്. കാരണം ഡിസ്കൗണ്ട് കുറയ്ക്കുക. 1 - D% എന്നുള്ളത് നിങ്ങൾക്ക് സെൻസ് ചെയ്യുന്നുണ്ടാവും ഒരു പക്ഷേ. നേരത്തെ പറഞ്ഞ സെഷൻ വട്ട് ഈസ് 1 - എത്ര പെർസെൻറ്റേജ് കുറയ്ക്കുന്നു എന്നുള്ളത് നമ്മൾ 1 - അല്ലേ എടുത്തേ, പെർസെൻറ്റേജ് കൂട്ടുന്നുള്ള അതിവിടെ അപ്ലൈ ചെയ്തേ ഉള്ളൂ. സോ സെല്ലിംഗ് പ്രൈസ്. സോ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? M × 1 - D%. ആൾസോ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് ഗെയിൻ എന്ന് വേണമെങ്കിലും എഴുതാം. അടുത്ത് വരുന്നതാണ് അതിനെല്ലാം കണക്ട് ചെയ്യുന്ന, ഇതങ്ങ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ആ ടേംസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പാണ്. മിക്കവാറും ക്വസ്റ്റ്യനിൽ ഇതിൽ 1, 2, 3, 4 ടേംസ് അതിനകത്തുണ്ട്. ആ 4 ടേംസിൽ 3 ടേംസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഒരെണ്ണമായിരിക്കും ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരിക്കും. സോ M എന്താണെന്ന് അറിയാം. M × 1 - D% is equal to C × 1 + G%. What is G? Gain. And C was price, D is discount, and M is മാർക്ക്ഡ് പ്രൈസ്. സോ മാർക്ക്ഡ് പ്രൈസും ഡിസ്കൗണ്ടും ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇത് ക്യാപ്സ്യൂളായിട്ട് കയ്യിലുണ്ടെങ്കിലുള്ള ഗുണം എന്താ? ആൾമോസ്റ്റ് 3 ക്വസ്റ്റ്യന് ഡയറക്റ്റ് ഉണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നേരത്തെയുള്ള സിമ്പിൾ ഇക്വേഷൻസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യത്തക്ക രീതിയിലുണ്ടാവും. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് 4th one. ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒറ്റയടിക്ക് സോൾവ് ചെയ്യാവുന്ന ഒരു ക്യാപ്സ്യൂളാണ്. നേരത്തെ പറഞ്ഞ പോലെ സക്സസീവ് ഡിസ്കൗണ്ട്, ഒരു ഡിസ്കൗണ്ട് അതിൻ്റെ മുകളിൽ വേറെ ഡിസ്കൗണ്ട്, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്കൗണ്ട്, ആ രീതിയിലേക്ക് പോകും. ഇഫ് സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് X% and Y% ആർ അലൗഡ് ഓൺ എ മാർക്ക്ഡ് പ്രൈസ് M. അപ്പം ഡിസ്കൗണ്ട് എവിടെയാണ്? എപ്പോഴും മാർക്ക്ഡ് പ്രൈസിലാണ്. മാർക്ക്ഡ് പ്രൈസ് M ഓഫ് ദ ഡിസ്കൗണ്ട്, ദെൻ ആഫ്റ്റർ ഡിസ്കൗണ്ട് ദ കൺസ്യൂമർ ഫൈനലി എൻഡ്സ് ഓഫ് പേ. അപ്പോൾ 2 തവണ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമർ ഫൈനലി എത്രയാണ് പേ ചെയ്യുന്നത്? ദ സെല്ലിംഗ് പ്രൈസ് വിൽ ബി 1 - X% × 1 - Y%. എത്ര ഡിസ്കൗണ്ട്? ആദ്യത്തെ X%, രണ്ടാമത്തെ ഡിസ്കൗണ്ട് Y%. ദെൻ ഇറ്റ് ഈസ് 1 - X% × 1 - Y% ഇൻറ്റു വട്ട്? മാർക്ക്ഡ് പ്രൈസ്. മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു, അവിടെ ഒരു പക്ഷേ രസകരമായൊരു കാര്യം ആ ഫോമുലയിൽ നിന്ന് ശ്രദ്ധിക്കാം. ഓർഡർ ഓഫ് ദാറ്റ് സക്സസീവ് ഡിക്രീസ് ഈസ് നോട്ട് എ മാറ്റർ.
കാര്യം 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് വൈ എന്ന് പറയുന്നതും 1 മൈനസ് വൈ ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് പറയുന്നതും ഒന്നല്ലേ? അപ്പം ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതിന് മുമ്പ് ആദ്യം 10% ഡിസ്കൗണ്ട് അതിന് കൊടുത്തിട്ട് പിന്നെ 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നതും 20% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നതും ഇവിടെ സിമിലർ ആയിട്ട് വരും മാർക്കറ്റ് പ്രൈസിൽ. ആ ഫോർമുലയിൽ നിന്ന് തന്നെ 1 മൈനസ് 6% ഇൻറ്റു 1 മൈനസ് 5% ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ഈസ് വെരി സിമിലർ ടു 1 മൈനസ് 5% ഇൻറ്റു 1 മൈനസ് 6% ഇൻറ്റു മാർക്കറ്റ് പ്രൈസ്. സോ അത് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ ഫോർമുലയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. പിന്നെ ഇത് സക്സസീവ് ഡിസ്കൗണ്ട്സ് എന്നുള്ളത് നോക്കിയിരിക്കും. അതിൽ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള 2 products 4 ratios, ഞാൻ സമപ്പ് ചെയ്താണ്. 4 തരം റേഷ്യോസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ 4 തരം റേഷ്യോസ് അല്ലാതെ ഒരു റേഷ്യോ എക്സാമിന് ചോദിക്കാൻ പോകുന്നില്ല. 2 പ്രോഡക്റ്റും അതിന് അപ്ലൈ ചെയ്ത പ്രോഫിറ്റ് ലോസ്, അതും 4 റേഷ്യോസും കണക്ട് ചെയ്യുന്ന 4 രണ്ടെണ്ണമാണ് ഈ സ്ലൈഡിൽ വന്നിരിക്കുന്നത്. 2 എണ്ണം അടുത്തതിൽ വരും. എന്താ ബേസിക് പ്രോബ്ലം? നമ്മൾ 2 products and 4 ratios എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ? ഒന്ന്, ഫസ്റ്റ് വൺ ഈസ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് X% and second one is sold at a profit of 5%. So the first item is sold at a profit of X% and the second item is sold at a profit of Y%. അങ്ങനെയാണ് കോസ്റ്റ് പ്രൈസ് 1:2 എന്ന് പറയുന്ന റേഷ്യോ എന്താ? 100 + y = 100 + x. സോ ഈ കേസ് തന്നെ 4 തവണ റിപ്പീറ്റ് ചെയ്യുക. ഈ 4-ൽ ഒരു റേഷ്യോ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഈ 4 റേഷ്യോസിൽ ഒരു റേഷ്യോ എന്താ? ബേസിക് റിക്വയർമെന്റ്, ഫസ്റ്റ് പ്രോഡക്റ്റ് ഈസ് സോൾഡ് അറ്റ് എ പെർസെൻറ്റേജ് ഓഫ് X% ആൻഡ് സെക്കൻഡ് വൺ ഈസ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് Y%. സെക്കൻഡ് കേസിൽ എന്താ വരുന്നത്? റേഷ്യോസ് എല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്, പ്ലസ് ആൻഡ് മൈനസിന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ കേസ് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. സെക്കൻഡിലോ ഫസ്റ്റ് വൺ ഈസ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് X% ആൻഡ് സെക്കൻഡ് വൺ സോൾഡ് അറ്റ് എ ലോസ് ഓഫ് Y%. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ആദ്യത്തെ പ്രോഡക്റ്റിൻ്റെയും രണ്ടാമത്തെ പ്രോഡക്റ്റിൻ്റെ നമ്മൾ റേഷ്യോ എന്തായിരിക്കും? 100 - y = 100 + x. വൈയുടെ മൈനസ് സിമ്പലും അത് ലോസും തമ്മിൽ കണക്ട് ചെയ്യാവുന്നതാണ്. വൈയുടെ മൈനസ് സിമ്പലും ലോസും തമ്മിൽ 2 റേഷ്യോയും കൂടെ വരും. അത് ഒബ്വിയസ് ആണ്, പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. എന്താ? ഫസ്റ്റ് വൺ ഈസ് സോൾഡ് അറ്റ് എ ലോസ് ഓഫ് X% ആൻഡ് സെക്കൻഡ് വൺ ഈസ് സോൾഡ് അറ്റ് എ ലോസ് ഓഫ് Y%. ബോത്ത് ആർ ലോസ്, then that is a ratio. Then and fourth ratio is first one is sold at a loss of X% and second one is sold at a profit of Y%. അവിടെ പ്രോഫിറ്റും ലോസും ഇന്റർചേഞ്ചബിൾ അല്ല. ഇന്റർചേഞ്ചബിൾ ആണെങ്കിൽ 3 കേസല്ലേ അവിടെ വരും. ഇന്റർചേഞ്ചബിൾ അല്ല. ആദ്യം പ്രോഫിറ്റും രണ്ടാമത് ലോസ് വരുന്നതും ആദ്യം ലോസ് രണ്ടാമത് പ്രോഫിറ്റ് വരുന്നതിന് റേഷ്യോ തുല്യമല്ല. അതുകൊണ്ട് 4 റേഷ്യോസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. ഏതൊക്കെ 4 കേസ് എന്നുള്ളത് ക്ലിയർ ആണോ? 2 products 4 റേഷ്യോ എന്നുള്ള എന്താ ഉദ്ദേശിക്കുന്നത്? 2 പ്രോഡക്റ്റ് വിൽക്കുന്നു. 2 പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്കുള്ള ഗുണം, നമുക്ക് 4 റേഷ്യോസ് ആൻസർ ചെയ്യാൻ പറ്റും. ആ 4 റേഷ്യോസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വൺ ഈസ് 100 + y = 100 + x. സെക്കൻഡ് വൺ ഈസ് 100 - y × 100 + x. ആൻഡ് തേർഡ് ഈസ് 100 - y × 100 - x. ബോത്ത് ആർ ലോസ്. ദെൻ 100 + y × -x. അപ്പം ഇത് പഠിക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ലോസിനാണ് മൈനസ് സൈൻ വന്നിരിക്കുന്നത്, ഗെയിനാണ് അല്ലെങ്കിൽ പ്ലസ് സൈൻ വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ റേഷ്യോ. നൗ കൺസെപ്ഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ ഓൺ എ പ്രോഡക്റ്റ്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താ? ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ അത് വിൽക്കത്തക്ക രീതിയിൽ കൊണ്ടുവരാനുള്ള എക്സ്പെൻഡിച്ചറാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്ത കുറച്ച് ടൈപ്സ് ഉണ്ട്. എല്ലാം ഇല്ല, ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ടൈപ്പ് 1 പ്രോബ്ലം വരുന്നത് കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ ബേസ്ഡിൽ വരുന്നത്. ഇഫ് ദ പ്രൈസ് ഓഫ് ആൻ ഐറ്റം ഈസ് ഇൻക്രീസ്ഡ് ബൈ R%, then the percentage reduction in consumption so that the expenditure remains the same. അവിടെ മനസ്സിലാക്കാനുണ്ട്. എന്താ അതിനകത്ത് കുറച്ച് മാത്തമെറ്റിക്കലി മനസ്സിലാക്കാനുണ്ട്. എന്താ ഉള്ളത്? ഇഫ് ദ പ്രൈസ് ഓഫ് ആൻ ഐറ്റം ഈസ് ഇൻക്രീസ്ഡ് ബൈ R%, then the percentage reduction of consumption so that the expenditure remains the same. പ്രൈസ് കൂടുമ്പോൾ പ്രൈസ് കൂടി, അങ്ങനെയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ തുല്യമാവത്തക്ക രീതിയിൽ കൺസപ്ഷൻ എത്ര റെഡ്യൂസ് ചെയ്യും? കൺസപ്ഷൻ റിഡക്ഷൻ ഇൻ കൺസപ്ഷൻ സോ ദാറ്റ് ദ എക്സ്പെൻഡിച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ്. എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? ഒരു ഫോർ എക്സാമ്പിൾ എ പെൻ. ഒരു പെൻ 5 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുക, അത് 10 പേര് വാങ്ങി. അപ്പോൾ അവിടെ റവന്യൂ എത്ര വരുന്നത്? അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം എത്ര? 50. 5 പെൻ അല്ലേ? 5 പെൻ ഒരെണ്ണത്തിന് 10 പേര് വാങ്ങി. ഒരെണ്ണത്തിൻ്റെ പ്രൈസും കൂടെ പറയണമല്ലോ.
1 രൂപയാണ് ഒരു പെന്നിൻ്റെ പ്രൈസ്. അങ്ങനെയാണെങ്കിൽ എത്ര? 5 പെൻ 10 പേര് വാങ്ങിയെങ്കിൽ 50 അല്ലേ? 50 പെൻ അവിടെ. ഞാൻ പ്രൈസ് കൂട്ടി, പെന്നിന് 2 രൂപയാക്കി. പെന്നിന് 2 രൂപ ആവുമ്പോഴും നമ്മുടെ റവന്യൂ കോൺസ്റ്റൻ്റ് ആയി നിൽക്കണമെങ്കിൽ എത്ര പെന്ന് കുറച്ച് വിറ്റ് പോകണം? അതാണ് ക്വസ്റ്റ്യൻ. എന്താ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്? റവന്യൂ, അല്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതിൽ റവന്യൂ, ഇവിടെ എന്താ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആയി. ആ കൺസെപ്റ്റ് പിടി കിട്ടിയോ? 100 ഐറ്റം വിറ്റ് പോയി, അപ്പോൾ നമുക്ക് റവന്യൂ ഉണ്ട്. അതിന് പ്രൈസ് കൂടുമ്പം റവന്യൂ യഥാർത്ഥത്തിൽ കൂടും. പ്രൈസ് കൂടുമ്പോൾ റവന്യൂ കൂടും. പക്ഷേ റവന്യൂ അങ്ങനെ കൂടാൻ പാടില്ല. റവന്യൂ കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങളുടെ റവന്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ നാച്ചുറലി തന്നെ എന്ത് കുറയണം? അമ്മാതിരി ബാലൻസ് ചെയ്യണമെങ്കിൽ എന്താ അതിൻ്റെ ഷോർട്ട് കട്ട് ഫോർമുല എന്ന് പറഞ്ഞാൽ, ഇഫ് എ പ്രൈസ് ഓഫ് ആൻ ഐറ്റം ഇൻക്രീസ് ബൈ R%, then the percentage reduction ആയിരിക്കുമല്ലോ വരുന്നത്, reduction in the consumption so that the expenditure remains the same is R by 100 plus R into 100%. മാർക്ക് ചെയ്തോളൂ. Then type 2. If the price of a commodity decreased by R%, then the percentage increase in consumption so as not to decrease the expenditure on the item is. ഇവിടെ എന്താ സംഭവിച്ചത്? നേരെ ഓപ്പോസിറ്റ് കേസാണ്. ഇഫ് ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ഡിക്രീസസ്, പ്രൈസ് കുറയുകയാണ് ചെയ്തത്, അപ്പോൾ എക്സ്പെൻഡിച്ചർ മാറാത്ത രീതിയിൽ എത്ര കൂടണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോർമുല നേരത്തെ ഒരു ഏകദേശം ഓപ്പോസിറ്റ് രീതിയിൽ വരും. R by 100 minus R into 100%. സിറ്റുവേഷൻ പിടികിട്ടിയോ എന്താണെന്ന്? സിറ്റുവേഷൻ പിടികിട്ടിയത് ഫോർമുല മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഡിസിഫർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് മാറ്റി ഫോർമുലയിലേക്ക് കൊണ്ടുവരണ്ടേ? എന്താ അവിടുത്തെ ഫണ്ടമെന്റൽ പ്രോബ്ലം? വാട്ട് റിമെയിൻസ് കോൺസ്റ്റന്റ്? റവന്യൂ റിമെയിൻസ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഫോർ എക്സാമ്പിൾ, ഐ എം സെയിങ് ദാറ്റ് എ നമ്പർ 100 ഷുഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്. 100 കോൺസ്റ്റന്റ് ആയിരിക്കണം. എനിക്ക് എത്ര രീതിയിലുള്ള പ്രോഡക്ട്സ് പറയാൻ പറ്റും? 1 into 100 is 100. വേറൊരു പറയാം, 10 into 10 is 100, 25 into 4 is 100, 4 into 25 is 100, 50 into 2 is 100, 2 into 50 is 100. നമ്പേഴ്സ് എല്ലാം മാറിയില്ലേ? ബട്ട് ദ പ്രോഡക്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അത് കണക്ക് റവന്യൂ റിമെയിൻസ് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഒരു ടേം മാറുമ്പം മറ്റേ ടേം എത്ര മാറണം? അതാ ചോദ്യം. 10 into 10 is 100. I am saying that the 10 become 25. Then what should be the change in the second number? Second number should be reduced to 5. ആ സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണെന്നാണ് പറഞ്ഞത്. The expenditure remains the constant. Now, type 3, again consumption and expenditure. Type 3, if a reduction of X% in price enables a person to buy Y kilo, ഇത് മാർക്ക് ചെയ്ത് വെരി ഫ്രീക്വൻ്റ്. ആദ്യത്തെ രണ്ടിനെ അപേക്ഷിച്ച് വളരെ ഫ്രീക്വൻ്റ് ആയ ക്വസ്റ്റ്യൻ. ഇഫ് ദ റിഡക്ഷൻ ഓഫ് X% in price enables a person to buy Y kilogram more for rupees A, then the reduced price and the original price. എന്താ സിറ്റുവേഷൻ ഇവിടെ? ഇഫ് എ റിഡക്ഷൻ ഓഫ് X%, ഒരു സാധനത്തിൻ്റെ വില X% റെഡ്യൂസ് ചെയ്തു. നിങ്ങൾ ഒരു മാർക്കറ്റിൽ പോകുന്ന സിറ്റുവേഷൻ തന്നെയാണ്. ഒരു സാധനത്തിൻ്റെ വില എത്ര കുറച്ചു? X% കുറച്ചു. അത് ഒരു പുതിയ സിറ്റുവേഷൻ ഉണ്ടാക്കി. എന്താ? ഇറ്റ് എനേബിൾസ് എ പേഴ്സൺ ടു ബൈ Y കിലോഗ്രാം. Y കിലോഗ്രാം കൂടി അധികം വാങ്ങാൻ ആ കൺസ്യൂമറെ എനേബിൾ ആക്കി. എന്ത് എനേബിൾ ആക്കി? X% റിഡക്ഷൻ. അതായത് ആ കൺസ്യൂമർ പോകുമ്പം ആ കൺസ്യൂമർ ഇത്ര വാങ്ങണമെന്ന് ഉദ്ദേശിച്ചു. പക്ഷെ അതിൻ്റെ X% പ്രൈസ് റെഡ്യൂസ് ചെയ്തതുകൊണ്ട് ഈ കൺസ്യൂമറിന് എന്ത് പറ്റി? കുറച്ചധികം കൂടി വാങ്ങാൻ പറ്റി. 4 rupees, അവിടെ ഒരു പർട്ടിക്കുലർ റുപ്പീസ് ഉണ്ട്, rupeesന് കുറച്ചധികം കൂടെ വാങ്ങാൻ പറ്റി. അപ്പം ഈ കൺസ്യൂമർ ഫിഷ് വാങ്ങാൻ പോകുന്ന കൺസ്യൂമർ ആണെന്നൊക്കെ വിചാരിക്കുക. 100 രൂപയ്ക്ക് ഫിഷ് വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ആക്ച്വലി ഈ ഫിഷിൻ്റെ വില എന്ത് കുറഞ്ഞു? 10% കുറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ഈ 100 രൂപയ്ക്ക് ആക്ച്വലി കുറച്ചധികം പെർസെൻറ്റേജ് ഓഫ് ദ പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റി. അതാണ് സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ റെഡ്യൂസ്ഡ് പ്രൈസ് എത്രയാണെന്ന് ചോദിക്കും. റെഡ്യൂസ്ഡ് പ്രൈസ് അതിൽ പറഞ്ഞിട്ടില്ല, എത്ര പ്രൈസാണ് കുറഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് UGC ചോദിക്കുന്നത്. what is the reduced price? Is X by 100 times Y into A. And what is the original price? അതും പറഞ്ഞിട്ടില്ല. ഒറിജിനൽ പ്രൈസും പറഞ്ഞിട്ടില്ല. പ്രൈസ് പറഞ്ഞിട്ടില്ല, നമ്മൾ കൊടുക്കുന്ന വില ഇവിടെ പറഞ്ഞുള്ളൂ. A എന്ന് പറയുന്നത് എന്താ? അയാൾ ചിലവാക്കിയ പൈസയാണ്. അപ്പോൾ അതിൻ്റെ റെഡ്യൂസ്ഡ് പ്രൈസും ഒറിജിനൽ പ്രൈസും ആബ്സെൻ്റ് ആണ് ഈ സിറ്റുവേഷനിൽ. അപ്പോൾ റെഡ്യൂസ്ഡ് പ്രൈസ് is X divided by 100 Y into A, and the original price is X divided by 100 minus X into Y multiplied by A. നമ്മൾ യഥാർത്ഥത്തിൽ ഇത്രയും ക്ലാസ് ഒരു 50% ടൈം കഴിയുന്നു. യു നീഡ് പ്രാക്ടീസ്. ഇത് ചെയ്ത് പഠിച്ചെങ്കിലേ ഇത് ഷാർപ്പനാകത്തുള്ളൂ.
ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എടുക്കുക, ഇത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. നിങ്ങളുടെ മെമ്മറിയിൽ എവിടെയെങ്കിലും ഈ ഫോമിൽ ഉണ്ടാവും, നിങ്ങൾ ക്വസ്റ്റ്യൻ കാണും, ഇത് തമ്മിൽ കണക്റ്റ് ആവില്ല. ഈ ക്വസ്റ്റ്യൻ ആണ് ഇന്നതെന്ന് ഉദ്ദേശിക്കേണ്ടതെന്ന് കണക്റ്റ് ആവില്ല. ഇത് കണക്ടിവിറ്റി ആക്കി എടുക്കേണ്ടത് എന്താ? പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങൾ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് വേണം. ഒന്ന്, ക്വസ്റ്റ്യൻ പകുതി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാനുള്ള സ്കോപ്പ് ഉണ്ട്. രണ്ട്, പ്രാക്ടീസ്. ഇത് രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക്. കാര്യം ഈ ചോയ്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിന് ഒരു ബ്ലെസ്സിങ് ആണ്. ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് ചോയ്സ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിനെ സംബന്ധിച്ചിടത്തോളം. ബാക്കി എല്ലാത്തിനും ചിലപ്പോൾ ചോയ്സ് ഒരു ബർഡൻ ആയിരിക്കും, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിന് ചോയ്സ് ഡിസ്ട്രാക്ട് ചെയ്യുന്നതല്ല, കറക്കിക്കുത്താനിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതല്ല, പകരം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചോയ്സ്. പലപ്പോഴും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസിന്. സോ ടൈപ്പ് 4 in consumption and expenditure, successive profit or loss. Again, when there are two successive profits, x percentage and y percentage, then the percentage of profit is, ഇത് കഴിഞ്ഞ സെഷനിൽ വന്നതാ, അത് തന്നെ ഇങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ 100. വെൻ ദർ ഇസ് എ പ്രോഫിറ്റ് ഓഫ് എക്സ് പെർസെൻറ്റേജ് ആൻഡ് എ ലോസ് ഓഫ് വൈ പെർസെൻറ്റേജ്, ഈ ഫോമുലയും വന്നതാ. എവിടെ? നേരത്തെ റേഷ്യോ നോക്കാൻ നേരത്തെ വന്നത്, അത് ഇങ്ങോട്ട് എഴുതിയെന്നേ ഉള്ളൂ, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദിസ് ഈസ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഇത് സാധാരണ ഇപ്പോൾ പുതിയതായിട്ട് ചോദിച്ചു വരുന്ന പ്രോബ്ലം, പണ്ട് UGC നടത്തിയതിനേക്കാൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് പ്രോബ്ലമാണിത്. ഗുഡ്സ് പാസിംഗ് ത്രൂ സക്സസീവ് ഹാൻഡ്സ്. എന്താ? കൺസ്യൂമർ മാറി മാറി ചില ഗുഡ്സ് അല്ലേ, ഇപ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്ന് പറയുന്ന പല കാര്യങ്ങൾ, ഇപ്പോൾ വാഹനങ്ങൾ ഒരാൾ വാങ്ങി സക്സസീവ് ഹാൻഡ്സിലൂടെ പോകും. അങ്ങനെ വരുമ്പോൾ ടൈപ്സ് ഗുഡ്സ് പാസിംഗ് ത്രൂ സക്സസീവ്, എ സെൽസ് ഗുഡ്സ് ടു ബി to a profit of X percentage and B sells to C at a profit of 5%. പ്രോഫിറ്റ് ഇല്ലാതെ സാധാരണ വിൽക്കാൻ താല്പര്യമില്ലല്ലോ. അപ്പം സക്സസീവായിട്ട് ആളുകളിലൂടെ പ്രോഡക്റ്റ് കൈമാറ്റം ചെയ്യപ്പെട്ടു പോയി. അപ്പം ആദ്യത്തെ ആളിൽ നിന്ന് രണ്ടാമത്തെ ആളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് എത്ര? X% പ്രോഫിറ്റിന്. രണ്ടാമത്തെ ആളിൽ നിന്ന് മൂന്നാമത്തെ ആളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് Y% പ്രോഫിറ്റിന്. ഇഫ് C pays ₹X for it, അപ്പോൾ C എന്ന് പറയുന്ന മൂന്നാമത്തെ ആൾ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങാൻ എത്ര രൂപയാണ് കൊടുത്തത്? റുപ്പീസ് ആണ്. എത്ര രൂപ കൊടുത്തത്? പെർസെൻറ്റേജ് അല്ല, എത്ര രൂപ കൊടുത്തത്? എക്സ്. ദെൻ ദ കോസ്റ്റ് പ്രൈസ് ഓഫ് എയുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോമുലയാണ് 100 times x ഡിവൈഡഡ് ബൈ 100 plus x ഇൻറ്റു 100 plus y. അടുത്ത ടൈപ്പ്, when each of the two things is sold at the same price and the profit is P% is made on the first and a loss of L% is made on the second, then the percentage. അപ്പോൾ അവിടെ നിന്ന് ക്ലിയർ ആണല്ലോ, ഇത് 100 into P minus L minus 2PL divided by 100 plus P plus 100 minus L. അവിടെയും സിറ്റുവേഷൻ ഡിസിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ നമ്മൾ ഫോമുല എങ്ങനെയും പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. സിറ്റുവേഷൻ മനസ്സിലായെന്നുള്ള എന്താ? when each of the two things is sold at the same price and the profit of P% is made on the first and the loss of L% is made on the second, then that's it. Type 7, if the cost price of X things is equal to the selling price of Y things തന്നെയാണ് Y article എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ X things, അവിടെ X things എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് X ആണ്. നമ്പർ ഓഫ് X 5 ഐറ്റങ്ങളുടെ വില. The cost price of X things is equal to the selling price of Y things. അപ്പം 5 ഐറ്റങ്ങളുടെ കോസ്റ്റ് പ്രൈസ് 8 ഐറ്റങ്ങളുടെ സെല്ലിംഗ് പ്രൈസിന് ഈക്വൽ ആണെങ്കിൽ then the profit percentage ആണ് ക്വസ്റ്റ്യൻ. So it is X minus Y divided by Y into 100%. അടുത്ത സെഷനിലേക്കാണ്.